الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമകാരുണികനും അളവറ്റ ദയാപരനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ ദീർഘമായ ഒരു കാലഘട്ടം, ഏകദേശം 30 വർഷത്തിലധികം ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ അടുക്കൽ ഇസ്ലാമികപരമായ പഠനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി 30 കൊല്ലം കണ്ട എൻ്റെ ഉസ്താദിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു എന്ന് അദ്ദേഹം നമ്പറിട്ട് സംക്ഷിപ്തമായി പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനെ അതിൻ്റെ കാഴ്ചപ്പാടുകൾ നിർണ്ണയിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന 8 കാര്യങ്ങളാണ് തൻ്റെ ഉസ്താദിൽ നിന്നും ദീർഘമായ ഇസ്ലാമിക പഠനത്തിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ ഓരോ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഏറ്റവും ഒന്നാമതായി പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം അധ്വാനം ചെലവഴിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ വേണ്ടി നമ്മുടെ സമ്പത്തും ആരോഗ്യവും എല്ലാം നമ്മൾ ചിലവഴിക്കും. സ്നേഹിക്കുന്നവരെ, നമ്മൾ ആരെയെല്ലാം സ്നേഹിക്കുന്നുണ്ടോ അവരെ ഏറ്റവും ആവശ്യം വരുന്ന സന്ദർഭം ഏതാണ്?
അവരേറ്റവും ആവശ്യമുള്ള സന്ദർഭം നമുക്ക് യാതൊരു നിലക്കും രക്ഷയില്ലാത്ത, ഒരു സഹായി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്തല്ലേ അവരുടെ സഹായം ആവശ്യമായത്. ഏകദേശം ഒരു 60 വയസ്സിന് താഴെയുള്ള ഒരാളെ എവിടെയാണ് ഒന്ന് കൊണ്ടുപോയി ആക്കാൻ പറ്റിയൊരു സ്ഥലമെന്ന് സുഹൃത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഇപ്പം എന്താണ് അയാൾക്ക് അസുഖമാണ്, നോക്കാൻ ആരുമില്ല, ഭാര്യ അടുത്ത കാലത്ത് മരിച്ചു പോയി. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്ത ചോദ്യം മക്കളില്ലേ എന്നാണ്. മക്കളുണ്ടെന്ന് പറഞ്ഞു, ഒരു മകനേ ഉള്ളൂ. അപ്പോൾ അയാൾ വിദേശത്താണ്. അപ്പോൾ ആ വിദേശത്തായ മകന് തൻ്റെ ജോലിയും ജീവിത സാഹചര്യങ്ങളും കൊണ്ട് പിതാവിനെ നോക്കാൻ സാധ്യമല്ല. ഭാര്യ മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്നാണ് അദ്ദേഹത്തെ പരിചയമുള്ള ഒരു ആൾ അന്വേഷിക്കുന്നത്. അപ്പോൾ തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തൻ്റെ മകനെ ലഭിക്കാൻ അയാൾക്ക് സാധ്യമല്ല. ഇതാണ് സ്നേഹിക്കപ്പെടുന്നവരുടെ അവസ്ഥ. സ്നേഹം നമ്മൾ ആർക്ക് നൽകുന്നുവോ അത് തിരിച്ചു തരാൻ പലപ്പോഴും ഇവിടെ തന്നെ പറ്റിക്കോളുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കിടക്കുന്നത് നാളെ മരണസമയത്തും ഖബറിലും പരലോകത്തൊക്കെ. അപ്പം എന്തായിരുന്നാലും ഇപ്പോൾ ഈ സ്നേഹിച്ച ആൾക്കാരൊന്നും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സ്നേഹിക്കുന്നവരെല്ലാം അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നമ്മളിന്ന് പിൻവാങ്ങിപ്പോകും. അവരൊന്നും ഖബറിൽ നമ്മളൊപ്പം വരൂല. അതുകൊണ്ട് ഖബറിൽ എൻ്റെ കൂടെ വരുന്നത് ആരാണ്? എൻ്റെ സൽക്കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഇത് അല്പം പ്രതീകാത്മകമാണെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തിലും ദിവസങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് എത്രമാത്രം നന്മകളെ നമുക്ക് വേണ്ടി, നമ്മുടെ കൂടെ വരുന്ന നന്മകളെ സമ്പാദിക്കുവാൻ വേണ്ടി നമുക്ക് എത്ര സമയം, എത്ര ആരോഗ്യം, എത്ര പണം ചെലവഴിക്കാൻ പറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ സ്നേഹിക്കേണ്ടതും നാളെ ഖബറിൽ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ നന്മകളെയാണ്. അതിൻ്റെ സമയം മറ്റുള്ളവർക്ക് അനാവശ്യമായി കൊടുത്ത് നമുക്ക് ഇണതുണയില്ലാത്ത, സഹായമില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി തീർക്കരുത് എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് എപ്പോഴും നമ്മൾ കേൾക്കലുണ്ട്. യത്ബഉൽ മയ്യിത്ത സലാസ, ഒരു ജനാസിൻ്റെ കൂടെ 3 എണ്ണം വരുന്നതാണ്. ഫയർജിഉ ഇസ്നാനി വയബ്ക മഅഹു വാഹിദ്, 2 എണ്ണം മടങ്ങിപ്പോരും, ഒന്ന് അവിടെ തന്നെ നിൽക്കും. എത്ര സമയം കഴിഞ്ഞാലും തിരിച്ചു പോരാതെ അയാളോടൊപ്പം നിൽക്കും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവൻ്റെ ബന്ധുക്കളുണ്ടാവും. എവിടെയെങ്കിലും ഒരു കുടുംബക്കാരുണ്ടെങ്കിൽ മരിച്ചാൽ ഓടി വരും. അവനെ കാത്ത് 24-28 മണിക്കൂറൊക്കെ മയ്യത്ത് വെക്കും. വമാലുഹു, അവൻ വലിയ മുതലാളിയാണെങ്കിൽ, ജനാസയാണെങ്കിൽ പോലും അവിടുത്തെ പാർക്കിങ്ങിലേക്ക് നോക്കിയാൽ അവൻ അത്യാവശ്യം സമൂഹത്തിൽ സമ്പത്തുള്ളവനായിരുന്നു എന്ന് അവൻ്റെ പള്ളിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വഅമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടാവും. പക്ഷേ ഫയർജിഉ അഹ്ലുഹു വമാലുഹു, അവൻ്റെ ബന്ധുക്കളും അവൻ്റെ സ്വത്തും തിരിച്ചു പോരും. വയബ്കാ അമലുഹു, അവൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകുമെന്നാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? എത്ര തിരക്കും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഖബർക്ക് ഉപകാരപ്പെടുന്ന നന്മകളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ തജിദുഹു ഇൻദല്ലാഹ്, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് നിങ്ങൾക്ക് അവിടെ കാണുന്നതാണ്. രണ്ടാമത് പറഞ്ഞു, നമ്മുടെ സമ്പൂർണ്ണമായി മാറ്റുന്ന ഒരാശയമാണ് രണ്ടാമത് പറഞ്ഞത്. എന്താണ്? മനുഷ്യൻ, നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം, പക്ഷെ ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഇച്ഛകളും ദേഹേച്ഛകളും ഇഷ്ടങ്ങളും പലപ്പോഴും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടങ്ങളിൽ നിൽക്കാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്നില്ല. എന്ത് തന്നെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ അള്ളാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സുഖം, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന നഷ്ടം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാ ആളുകളും തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുമ്പോൾ ഞാനൊരു വചനം കണ്ടു. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകളിൽ നിന്ന് തൻ്റെ മനസ്സിനെ ആര് തടുത്തു വെക്കുന്നുവോ അവൻ്റെ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് അവൻ്റെ അഭയകേന്ദ്രം എന്നാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഇച്ഛകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് നഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളാണെങ്കിലും ഇന്നൽ ജന്നത ഹിയൽ മഅ്വ, സുഖങ്ങളിൽ ഏറ്റവും ഉന്നതമായ എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയും
വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, ആശിച്ചതെല്ലാം കിട്ടുന്ന, ആഗ്രഹിച്ചത് മാത്രം ലഭിക്കുന്ന ഒരു സ്വർഗം നഷ്ടപ്പെടുത്താൻ ചെറിയ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ദുനിയാവിലെ ചെറിയ സന്തോഷങ്ങളും നമ്മളെ ഒരിക്കലും കാരണമാക്കി കൂടാ എന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എനിക്കെന്താഗ്രഹങ്ങളുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊന്നും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനങ്ങൾക്ക് എതിരാവരുതേ എന്നതാണ് ഞാൻ രണ്ടാമത് പഠിച്ചൊരു കാര്യം. എന്നാണ് മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 96-ാമത്തെ വചനമാണ്. വിലപ്പെട്ടതെന്തും സൂക്ഷിച്ചു വെക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. എന്ത് വിലപ്പെട്ടതുണ്ടെങ്കിലോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മളെപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുമെന്നാണ്. നമ്മൾ അത് നഷ്ടപ്പെട്ടു, പക്ഷേ ഏറ്റവും വിലപ്പെട്ടതിനെ നമ്മൾ സൂക്ഷിച്ചാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും വിലപ്പെട്ടത് നാം ആർക്ക് കൊടുക്കണം? അള്ളാഹ്ക്ക് കൊടുക്കണം എന്നാണ്. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹിൻ്റെ അടുക്കലുള്ളത് എന്താണോ അത് ബാക്കിയാകുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ, നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്താൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പലപ്പോഴും കൊടുത്തു പോയ പലതും നമുക്ക് പിന്നെ പ്രയോജനപ്പെട്ടില്ലെന്ന് പിന്നീട് നമ്മൾ തിരിച്ചു. അതുകൊണ്ട് വിലപ്പെട്ടതൊക്കെ ആർക്ക് കൊടുക്കുക? അള്ളാഹ്ക്ക് കൊടുക്കുക. കാരണം തീരൂല, അവിടെ ഉണ്ടാവും. അതൊരു ഇൻവെസ്റ്റ്മെൻ്റായി, ഒരു നിക്ഷേപമായി. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളതൊക്കെ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് ബാക്കിയാകും. വലനജ്സിയന്നല്ലദീന സബറൂ അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, ക്ഷമിച്ചവർക്ക്, ആ നന്മകളൊക്കെ പ്രവർത്തിക്കാൻ ക്ഷമ കാണിച്ച ആളുകൾക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കും. അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ല നിലയിലുള്ള പ്രതിഫലം നാം പടച്ചോന് കൊടുത്ത ഒന്നും. ബൽ തുഅ്തിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ, ഇഹലോകത്തിന് അവർ മുൻഗണന കൊടുക്കുന്നു, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായെന്നാണ്. നാലാമത് പറഞ്ഞൊരു കാര്യം, എത്ര തന്നെ നന്മയുണ്ടെന്ന് ആളുകൾ പറഞ്ഞാലും സമൂഹത്തിൽ നമ്മൾ മാത്രമല്ല മനുഷ്യരുടെ പൊതു ഒരു സ്വഭാവമാണെന്ന് വെച്ചാൽ, അവൻ്റെ വംശത്തിലോ വർഗത്തിലോ കുലത്തിലോ ജാതിയിലോ സമ്പത്തിലോ ഒക്കെ അല്പം മികവുള്ളവൻ അവൻ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവരെ ഒരു അവഗണനയോടുകൂടെയും നിസ്സാരരായി കാണുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാൻ പറ്റാത്ത കാര്യം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളൊക്കെ ആദരിക്കപ്പെടുന്നവരാണ്, ബഹുമാനിക്കപ്പെടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹു വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു, നമ്മൾ ആവർത്തിച്ചു കേട്ടതുമാണ്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ജീവിത കാഴ്ചപ്പാടിൽ വരാൻ പാടില്ല. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻത, ഒരാണെന്നും പെണ്ണെന്നും ഞങ്ങളെ സൃഷ്ടിച്ച് ജനങ്ങളെ. വജഅൽനാകും ശുഉബൻ വഖബായില തആറഫു, നിങ്ങളെ പല വംശങ്ങളും ഗോത്രങ്ങളൊക്കെ ആക്കി തീർത്ത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. ഇവിടെ എവിടുത്തവനാ ചോദിച്ചാൽ ഒരു അഡ്രസ്സ് ഉണ്ടാവാൻ മാത്രമാണ് ആ വിഭജനങ്ങളൊക്കെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഈ ആയത്ത് ഞാൻ കേട്ടു. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ തഖ്വയുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ധാർമ്മികമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാന്യത. അപ്പോൾ നമ്മൾ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തൊക്കെ ചെയ്യണത് അല്ലേ? ആദരവിന് വേണ്ടി, ബഹുമാനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നോട്ടം നമ്മളിൽ പതിയാൻ വേണ്ടി രാവിലെ അണിഞ്ഞൊരുങ്ങാൻ എത്ര സമയമാണ് ആളുകൾ ചിലവഴിക്കുന്നത്. അതൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആദരവ് നമ്മൾ ഏറ്റവും അധികം അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്നവർ ആരാണ്? നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, തിന്മകളിൽ നകഞ്ഞ് നന്മ പാലിക്കുന്നവരാണെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിനായി എൻ്റെ ശ്രദ്ധ എന്താ പറഞ്ഞു. അഞ്ചാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, എത്ര തന്നെ നമ്മൾ സ്വർഗ്ഗക്കാരനെ നബി കാണിച്ചു കൊടുക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വർഗ്ഗക്കാരനെ കാണിച്ചു കൊടുക്കണം. ഒരിക്കൽ നബി സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ദയത്തിലോ ആലയിക്കും, നിങ്ങൾക്കിപ്പോൾ ഒരു സ്വർഗ്ഗക്കാരൻ ഒരാൾ വരും, സ്വർഗ്ഗക്കാരാണ് അയാൾ, മിൻ അഹ്ലിൽ ജന്ന. അപ്പോൾ സഹാബത്തൊക്കെ ശ്രദ്ധിച്ചു, സ്വർഗ്ഗത്തിൽ പോണ ഒരാളെ കാണിച്ചു തരാം. രണ്ടാമത്തെ ദിവസം അതന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, മൂന്നാമത്തെ ദിവസവും ആവർത്തിച്ചു. അപ്പോൾ പിന്നെ അംർ ഇബ്നു ആസ് ആഗ്രഹം അത് ആരാന്നൊന്ന് അറിയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി 2-3 ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചു. സ്വർഗത്തിൽ പോകാൻ മാത്രം അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ രാത്രി മുഴുവനുള്ള നിസ്കാരവും അങ്ങനെ അസാധാരണമായ ആരാധനകളൊന്നും കണ്ടില്ല. അങ്ങനെ അവസാനം ചോദിച്ചു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടി കൂടെ വന്നതാണെന്ന്.
അവർ എൻ്റെ മനസ്സിൽ ഒരാളോടും യാതൊരു അസൂയയും ഒരു വെറുപ്പും എനിക്ക് തോന്നാറില്ല എന്ന്. ഏതെങ്കിലും നിലക്ക് മറ്റൊരാളോട് അങ്ങനെ തോന്നാത്ത ഒരവസ്ഥ. അങ്ങനെ എല്ലാ ആളുകളും അസൂയയും പരസ്പരമുള്ള ശത്രുതയിലും നിന്നപ്പോൾ ഞാനൊരു ആയത്ത് കണ്ടു ഖുർആനിൽ. എന്താണ് ആയത്ത്? അഹും യക്സിമൂന റഹ്മത റബ്ബിക്, അള്ളാന്റെ കാരുണ്യത്തെ അവർ വിഭജിച്ചു കൊടുക്കുകയാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഞാനാണ് അവരുടെ ഇഹലോക ജീവിതത്തെ വിഭജിച്ചു കൊടുത്തത്. ആര് സമ്പന്നനാവണം, ആര് ദരിദ്രനാകണം, ആരെന്ത് ജോലി കൊണ്ട് ജീവിക്കണം, ഓരോ ദിവസങ്ങളിലും ഓരോരുത്തർക്കും എന്ത് വരുമാനം കിട്ടണം, ഇതൊക്കെ ഞാൻ വീതിച്ചു കൊടുത്താണ്. അള്ളാഹു പറയാം, വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്, ചിലർക്ക് ഞാൻ ചില പദവികൾ അധികം കൊടുത്തു. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖ്രിയ, ചിലരെ കീഴ്പ്പെടുത്തി ജീവിച്ചു പോകാൻ. വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, നിന്റെ റബ്ബിന്റെ കാരുണ്യമാണ് അവരൊരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും ഉത്തമമായത്. അപ്പോൾ സുഹൃത്തുക്കളെ, ആർക്കെന്ത് കിട്ടിയാലും നമ്മളിതിനെ അസൂയപ്പെടും. അത് പടച്ചവൻ കൊടുത്താണ്. പടച്ചവൻ ഒരാൾക്ക് കൊടുത്ത കാര്യത്തിൽ ഞാൻ എന്തിനസൂയപ്പെടണം എന്ന് ചിന്തിച്ചാൽ ഒരാളോടും, നമ്മുടെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ ആരോടും ഉണ്ടാവും. ഒരു മനുഷ്യനോടും മനുഷ്യനൊരു അസൂയ തോന്നില്ല. അത് പടച്ചവൻ കൊടുത്തു, അവൻ അനുഭവിക്കട്ടെ, എനിക്ക് തന്നത് ഞാനും അനുഭവിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ അതിലെന്താണ്? ആ ആയത്ത് കണ്ടതിന് ശേഷം, ആ വിവരം എനിക്ക് കിട്ടിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആറാമത്തത്, എല്ലാവർക്കും ഉണ്ടാവും ഒരു എതിരാളി, ഒരു ശത്രു. അവൻ്റെ ഉദ്യോഗതലത്തിലോ അവൻ്റെ കുടുംബതലത്തിലോ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ എനിക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ. കാരണം ശത്രുവെന്ന് അള്ളാഹു പറഞ്ഞ് പിശാചിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ശത്രുക്കളെയും വിട്ടു, എല്ലാ ശത്രുതകളെയും വിട്ടു. കാരണം അള്ളാഹ് പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വ, അവനെ നിങ്ങൾ, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിശാച് മാത്രമാണ് ശത്രു. എന്തുകൊണ്ടാണ് പിശാച് ശത്രുവാണ്? പിശാച് നമ്മളെ കാണും, എല്ലാ സമയത്തും നമ്മളറിയാതെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കാണുമ്പോൾ നമ്മുടെ ദുർബലതകൾ, എങ്ങനെയാണ് നമ്മളെ പ്രലോഭിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ടത് എന്നൊക്കെ പിശാചിനെ അറിയാം. അതുകൊണ്ട് തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുന്ന എല്ലാ സമാധാനവും സന്തോഷവും തകർത്ത് കളയാൻ അവൻ ശ്രമിക്കും. അതുകൊണ്ട് എനിക്കൊരു ശത്രുവേ ഉള്ളൂ. ആ ശത്രു ആരാണ്? പിശാചാണ്. അത് കേട്ടത് മുതൽ ഞാൻ ആ ശത്രുവിൽ മാത്രം എൻ്റെ ശത്രുതയെ പരിമിതപ്പെടുത്തി. അതുകൊണ്ട് മറ്റാരും എനിക്ക് ശത്രുക്കളല്ല എന്നാണ്. പിന്നെ ആൾക്കാരൊക്കെ ആകെ ബേജാറിലാണ്. എത്ര പണമുള്ളവനും എത്ര സമ്പത്തുള്ളവനും എത്ര വരുമാനമുള്ളവനും ബേജാറാണ്, നാളെ പട്ടിണിയാവുമോ. എന്നാൽ ഞാനൊരു ആയത്ത് കേട്ടു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ സഞ്ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ആ ജീവികളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബേജാറാകലില്ല. ഇന്ന് കിട്ടുന്ന ജീവിത സമ്പാദ്യങ്ങളെ കൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കും. നാളെ എന്താകും എന്നതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു ബേജാറുണ്ടാവലില്ല എന്നാണ്. അവസാനമായി എട്ടാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ എല്ലാവരും പരസ്പരം എന്ത് ചെയ്യുന്നു? പലരെയും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ അമിതമായി ആശ്രയിക്കുന്നു. ആരുടെയും സഹായം വേണ്ടാന്നൊന്നും അതിനർത്ഥമല്ല. പക്ഷെ എന്നോലുണ്ടാവും എന്ന് വിചാരിച്ച് ആരും ജീവിക്കണത്. മക്കളുണ്ടാവുമല്ലോ, എനിക്കിപ്പോൾ 2 ആൺകുട്ടികളുണ്ടല്ലോ, ഓലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അവരിൽ ജീവിതം സമർപ്പിച്ച് ജീവിക്കണം. എന്തായാലും ഈ വരുമാനങ്ങളും ഇതൊന്നും എനിക്ക് നിന്നു പോകില്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കേണ്ടത് ആരിലാണ്? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാളും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരൂല എന്നാണ്. വേറുള്ളവരിൽ ഭരമേൽപ്പിച്ചാലോ അവർ കൈയൊഴിക്കുമ്പോൾ നമ്മൾ നിരാശരാകും. അതുകൊണ്ട് അള്ളാഹുവിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഭരമേൽപ്പിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പറഞ്ഞതെല്ലാം സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കാഴ്ചപ്പാടുകളെ എന്തുമാത്രം സ്വാധീനിക്കാൻ പറ്റുന്ന വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിവ് നേടുന്നതിനോളം ആസ്വാദകരമായി മറ്റൊന്നും ജീവിതത്തിലില്ല. ഒരു കാര്യം അറിയാം, അതാണ് ജീവിതത്തിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. നമ്മളൊക്കെ അങ്ങനെ തന്നെ. എന്തെങ്കിലും നല്ലൊരു അറിവ് കിട്ടും എന്ന് പറഞ്ഞാൽ എത്ര തന്നെ പ്രയാസപ്പെട്ടും നമ്മളത് കേൾക്കാനും അത് മനസ്സിലാക്കാനുള്ള പരിശ്രമം നടത്തും. ആ അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിൻ്റെ അറിവാണല്ലോ. ആ അറിവുകളെ നേടാനും വിശുദ്ധ ഖുർആൻ എന്ന ആശയങ്ങളെ സ്വീകരിക്കാനും
ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് ജീവിത വെളിച്ചമായി പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതം ആസ്വാദകരമായി തീരും. നല്ല കാഴ്ചപ്പാടുകൾ നമ്മുടെ എല്ലാ ആശങ്കകളെയും അകറ്റുകയും നല്ല മനുഷ്യനായി ജീവിക്കുവാനും നന്മ വർദ്ധിപ്പിക്കുവാനുമുള്ള പ്രചോദനമാവുകയും ചെയ്യും. അത്തരം സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കേണ്ട ഒരു നമസ്കാരമാണ് സുബ്ഹ് നമസ്കാരം. സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞ അസ്ര നമസ്കാരത്തെക്കുറിച്ചാണെങ്കിലും പലപ്പോഴും അശ്രദ്ധമായി പോകുന്നതും നമുക്ക് സമയം നഷ്ടപ്പെട്ടു പോകുന്നതും സമയം തെറ്റി നിസ്കരിക്കുന്നതൊക്കെയാണ് സുബ്ഹ് നമസ്കാരം. പൊതുവേ നമ്മുടെ ഒരു നാട്ടിലെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് ആളുകളൊക്കെ വളരെ വൈകിയാണ് ഉറങ്ങുക. പല കാരണങ്ങളെ കൊണ്ട് വൈകിയാണ് ഉറങ്ങുക. വൈകി ഉറങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറഞ്ഞാൽ സുബ്ഹ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സുബ്ഹിക്ക് പള്ളിയിലെത്താൻ കഴിയാത്ത ആളുകൾ ആരുണ്ടാവില്ല. കാരണം പള്ളികൾ അത്രയും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലാണ്. ശാന്തമായി എല്ലാ ശബ്ദങ്ങളും നിശബ്ദമായി നിൽക്കുന്ന ആ പ്രഭാതത്തിൽ അള്ളാഹുവിലേക്കും പള്ളിയിലേക്കും വിജയത്തിലേക്കും വിളിക്കുമ്പോൾ ആ വിളികളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. രാവിലെ സുബഹിക്ക് ജമാഅത്തിന് പ്രത്യേകിച്ച് പുരുഷന്മാർ പള്ളിയിലെത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായൊരു കാര്യമാണ്. ഒരുപക്ഷെ അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ കുറ്റക്കാരായി തീരാൻ സാധ്യതയുണ്ട് എന്നാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഹദീത്തുകളിൽ നിന്നും ഖുർആൻ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജുമാഅക്ക് പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും സുബ്ഹ് ജമാഅത്ത് അത് നഷ്ടപ്പെടാതെ, ഇതുവരെ നമുക്ക് അങ്ങനെ ശ്രദ്ധ വന്നിട്ടില്ലെങ്കിൽ നാളെ മുതലെങ്കിലും നമ്മളത് പരിശ്രമിക്കണം. ഓരോ അടി നടന്നു പോകുമ്പോഴും നമുക്ക് ഒരു നന്മ രേഖപ്പെടുത്തുകയും ഒരു പാപം പൊറുക്കപ്പെടുകയും ചെയ്യും. നിസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ നമസ്കാരത്തിൽ ഇതുപോലെയാണ്. സുബഹയ്ക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഈ ഭൂമിയിലെ എല്ലാം കരസ്ഥമാക്കുന്നതിനേക്കാളും ഉത്തമമാണെന്ന് പറയുന്നു. അത്രയും അധികം പുണ്യത്തിന് അവസരമുള്ള ഒരു നന്മയെ എഴുന്നേറ്റ് പോകാൻ ആരോഗ്യം കൊണ്ട് പറ്റുന്ന, മുറ്റത്ത് വാഹനങ്ങളുള്ള നാം ബോധപൂർവം അത്തരം ജമാഅത്തുകളെ അവഗണിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈമാനിനെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെ ഗൗരവത്തോടുകൂടെ കാണാൻ നമസ്കാരത്തിൽ അവർ ദായിമൂൻ നിത്യത പുലർത്തുന്നവരാണ്, ഹാഫിലൂൻ ശ്രദ്ധ പുലർത്തുന്നവരാണ്, ഖാശിഊൻ ഭക്തി കാണിക്കുന്നവരാണ് എന്നൊക്കെ അള്ളാഹു ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹ് ജമാഅത്ത് എല്ലാ ജമാഅത്തുകളിലും പ്രാധാന്യത്തോടെ നമ്മൾ കാണണം. തീർച്ചയായും എല്ലാ തിരക്കുകളിൽ നിന്നും മാറി നമുക്കൊരു പരീക്ഷണമാണ് സുബ്ഹിയിലെ ബാങ്ക് എന്ന് പറഞ്ഞാൽ. ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹു അതിലുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. രോഗികളും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ ആശ്വാസത്തെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.